നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന സംഭവ വികാസത്തിൽ ഖത്തർ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി അറിയിച്ച ഇസ്രയേൽ. എന്നാൽ യുദ്ധം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റ ചർച്ചയില്ലെന്ന നിലപാട് ഹമാസും ആവർത്തിച്ചു. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുമായി US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തുകയും ചെയ്തു. ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് 200ഓളം പേരാണ്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജെറുസലേമിൽ പ്രതിഷേധം ആളിക്കത്തി. ഇസ്രയേലിനെ വെറുതെ വിടില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് പുതിയ ചർച്ച നടക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആണ് ബന്ദികളുടെ കുടുംബത്തെ അറിയിച്ചത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന നിലപാടിലാണ് നെതന്യാഹു. ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണം പൂർണ്ണമായി നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നത് എന്ന് US പ്രത്യേക ദൂതൻ റോജർ കാർസ്റ്റൻസ് പ്രതികരിച്ചു. ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലായി. 3 ബന്ദികളെ വെടിവെച്ച് കൊല്ലാനിടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന ഇസ്രയേലിന്റെ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നു. കടുത്ത മാനസിക സമ്മർദ്ദമാണ് വെടിവെപ്പിന് പിന്നിലെന്ന സൈനിക വാദം പക്ഷേ ജനങ്ങൾ തള്ളുകയാണ്. ഇസ്രയേലിന്റെ 3 ഹെലികോപ്റ്ററുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു. 3 സൈനികർ ഇന്നലെ കൊല്ലപ്പെട്ടതായും 49 പേർക്ക് പരിക്കേറ്റതായും സൈന്യം സ്ഥിരീകരിച്ചു. ഹമാസിൽ നിന്ന് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയരാത്ത സാഹചര്യം ഉണ്ടാകണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രയേലിനെ അറിയിച്ചതായി പെന്റഗൺ വ്യക്തമാക്കി. ടെൽ അവീവിൽ രാത്രി 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത യുദ്ധവിരുദ്ധ റാലി നടന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം വൈകരുതെന്ന റാലിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. സിറിയയിലെ ഡമസ്കസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സേനാ ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൂസയ്ക്ക് വിട നൽകി ഇറാൻ. കൊലയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മേധാവി ജനറൽ ഹുസൈൻ സലാമി പ്രഖ്യാപിച്ചു. അതിനിടെ വടക്കൻ, മധ്യ, തെക്കൻ ഗാസകളിൽ ആക്രമണം രൂക്ഷമായി. മഗാസി ഉൾപ്പെടെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ അതിക്രമം തുടരുകയാണ്. ഗാസയിൽ മരണം 21,320 പരിക്കേറ്റവരുടെ എണ്ണം 55,603 ഭക്ഷണവും വെള്ളവും മരുന്നും ഇല്ലാതെ വടക്കൻ ഗാസയിൽ ആയിരങ്ങൾ നരകിക്കുകയാണ്. അതേസമയം ഹമാസിന് നേരെ നടത്തിയ കരയാക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രയേൽ സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹദാഷ ആശുപത്രിയിലാണ് സംഭവമെന്ന് ഇസ്രയേലിലെ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഹദാഷ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ സമയം മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയെ കാണണോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഞാനത് വേണ്ട എന്ന് പറഞ്ഞു. പേര് വെളിപ്പെടുത്താത്ത സൈനികൻ പറഞ്ഞത് ഇങ്ങനെയാണ്: പരിക്കേറ്റ 18 സൈനികരിൽ 15 പേരും തങ്ങളുടെ മുറിയിലേക്ക് പ്രധാനമന്ത്രി വരേണ്ട എന്ന നിലപാടാണ് എടുത്തത്. നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ജെറുസലേമിലാണ് ഞാനുള്ളത്. ഇവിടെ മാറ്റം പ്രകടമാണ്. ലിക്വിഡ് പാർട്ടിയുടെ കാലം അവസാനിക്കുകയാണ് എന്നും സൈനികൻ വ്യക്തമാക്കി. അതേസമയം സംഭവം ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചു. നെതന്യാഹു പരിക്കേറ്റവരുടെ അടുത്തേക്ക് വന്നു. അവർ വളരെ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പരിക്കേറ്റ സൈനികരോട് വ്യക്തമാക്കിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.